മടവൂർപ്പാറ ഗുഹാക്ഷേത്രത്തിൽ കയറി ദർശനവും കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് നടക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ കട കാണാം. അപ്പോൾ ഞാനവിടെ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും പ്രായമുള്ള ഒരമ്മ വെള്ളവും എടുത്തുകൊണ്ട് വരിക ചായ ഇടാൻ വേണ്ടി. അങ്ങനെ അവിടെ നിന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ച് ഞാൻ ചോദിച്ചു, നമുക്ക് ഈ പാറയിൽ കയറാൻ പറ്റുമോ? പറഞ്ഞു, മോനെ അവിടെ ഗേറ്റ് ഉണ്ട്, അത് തുറന്ന് കിടക്കുകയാണെങ്കിൽ കയറാം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം അവിടെ വിശ്രമിച്ചിട്ട് അവിടെ നമുക്കവിടെ വരികയാണെങ്കിൽ അവിടെ തൊട്ടടുത്തൊരു മാവ് ഉണ്ട്, അവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാം, അവിടെ ഇരുന്ന് ചായ കുടിക്കാം, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അമ്മ. അതുപോലെ തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ കടയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ചന്ദനത്തിരിയോ എണ്ണയോ എന്തെങ്കിലുമൊക്കെ ക്ഷേത്രത്തിലേക്ക് വാങ്ങിക്കണം. അമ്മയ്ക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. അതുപോലെ ഈ കാണുന്ന പാറ, ഇതിൻ്റെ മുകളിലാണ് നമുക്ക് കയറേണ്ടത്. ഇവിടെ കേരള സർക്കാരിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് കാഴ്ചകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ പാറയിലേക്ക് കയറുമ്പോൾ നമുക്ക് പിടിച്ച് കയറാൻ വേണ്ടി ഒരു വടം കിട്ടിയിട്ടുണ്ട്. അത് കയറി പിടിച്ച് വേണം നമ്മൾ മുകളിലേക്ക് കയറാൻ. മുകളിൽ കയറി ചെല്ലുമ്പോഴുള്ള ഒരു ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. പോകുന്ന വഴിക്ക് നല്ല സ്റ്റെപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. ആദ്യം കയറുമ്പോൾ മാത്രമേ ഉള്ളൂ ഒരല്പം ബുദ്ധിമുട്ട്. പിന്നെ മഴവെള്ളം പെയ്ത് കിടക്കുന്ന സ്ഥലങ്ങളിൽ കൂടെ കയറി പോകാതിരിക്കാൻ ശ്രമിക്കുക. നല്ല വൃത്തിയുള്ള സ്ഥലത്തൂടെ വേണം കയറി പോകാൻ. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് അതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ദൂരെ ഉള്ള കെട്ടിടങ്ങളും റോഡുകളും ഒക്കെ നമുക്ക് കാണാം. അകലെയുള്ള നഗരങ്ങളിലുള്ള കെട്ടിടങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഓല കൊണ്ട് പുല്ല് കൊണ്ടൊക്കെ കെട്ടിയ പുൽക്കൂടാരങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. കുട്ടികൾക്ക് ഊഞ്ഞാലാടാനും കളിക്കാനും ഒക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ ഒരു ഓപ്പൺ സ്റ്റേജുണ്ട്. അതുപോലെ തന്നെ ക്യാൻറ്റീനുണ്ട്. അങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. അവധി ദിവസങ്ങളിലുമൊക്കെ നല്ല ശരിക്കും ഫാമിലിയായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. കുട്ടികളും ഒക്കെ ആയിട്ട് വരാറുണ്ട്. ഇവിടെ പിന്നെ ചില കെട്ടിടങ്ങളും ഒക്കെ അതിൻ്റെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോവുകയൊക്കെ ചെയ്താണ് ക്യാൻറ്റീൻ. പിന്നെ അവിടെ അത്യാവശ്യം ലഘുഭക്ഷണങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും. തൊട്ടടുത്ത് തന്നെ പിന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. നല്ല ശാന്തമായൊരു സ്ഥലം. രാവിലെയും വൈകുന്നേരവും ഒക്കെ ആണെങ്കിൽ വിശ്രമിക്കാനും അല്പം വിശ്രമിക്കാനും ഒരുമിച്ച് വന്നിരുന്ന് ഒന്ന് എൻജോയ് ചെയ്ത് പോകാനും പറ്റുന്നൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ പോയ സമയത്ത് തിരക്ക് വളരെ കുറവായിരുന്നു. ഓണത്തിന് തൊട്ട് മുമ്പാണ് ഞാൻ പോയത്. ഓണത്തിന് ഒരു 3 ദിവസത്തെ പ്രോഗ്രാമൊക്കെ ഇവിടെ ഉണ്ടെന്ന് അവിടെയുള്ളവർ പറഞ്ഞായിരുന്നു. എന്തായാലും കാണാൻ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. മടവൂർപ്പാറ ഗുഹാക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഇതുമുള്ളത്. അപ്പോൾ ക്ഷേത്രത്തിലും പോകാം, ഒപ്പം തന്നെ ഇവിടെയും നിങ്ങൾക്ക് കയറി കാണാനും ഒക്കെ ഉള്ളൊരു സൗകര്യമുണ്ട്. എന്തായാലും എല്ലാവരും ഒരു തവണ വന്ന് ഇതൊക്കെ ഒന്ന് കാണണം. തിരുവനന്തപുരം ജില്ലയിൽ ചെമ്പഴന്തി പോകുന്ന റോഡിലാണ്. അവിടെ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് ഒരു 1/2 കിലോമീറ്റർ ദൂരം വരുമ്പോഴത്തേക്കുമാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സൈഡിൽ ഗുഹാക്ഷേത്രവും മറു സൈഡിലാണ് ഈ രീതിയിലുള്ള ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കുട്ടികളുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. എന്തുകൊണ്ടും നല്ലൊരു അനുഭവമായിരിക്കും. എല്ലാവരും വരിക.